നടിയും ഇൻഫ്ലുവൻസറുമായ പേളി മാണിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ഹെയ്റ്റ് ക്യാമ്പയിൻ അൺഫോളോ ക്യാമ്പയിനും നടക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ഡൽഹിയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പേളി പങ്കുവച്ച അഭിപ്രായങ്ങളും തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങളുമാണ് ഈ വലിയ തിരിച്ചടിക്ക് കാരണം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് പേളി ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. സമരങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ജീവന്റെ സുരക്ഷയോർത്ത് പിന്മാറണമെന്നും വീട്ടിലേക്ക് മടങ്ങണമെന്നുമായിരുന്നു പേളി അഭിപ്രായപ്പെട്ടത്. സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ഈ നിലപാട് സമരത്തെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്നും സർക്കാരിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി വലിയൊരു വിഭാഗം രംഗത്തെത്തി. തനിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പേളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചു. തന്നെ വിമർശിച്ചുകൊണ്ട് നീണ്ട കുറിപ്പെഴുതിയ ഒരാളെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പേളി വിശേഷിപ്പിച്ചത് വലിയ വിവാദമായി. പ്രശസ്ത സംവിധായകൻ CB മലയിലിന്റെ മകനായ ജോ CB മലയിൽ പേളിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു. പേളി പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചത് തന്റെ പിതാവിനെയാണെന്ന് വ്യക്തമാക്കി ജോ ശക്തമായ മറുപടിയുമായി എത്തിയതോടെ വിഷയം കൂടുതൽ വഷളായി. ഇതിന് പിന്നാലെ തന്റെ ഇഷ്ടനിറം കാവിയാണെന്നും ഇന്ത്യൻ പതാകയിലാണ് അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും പേളി സ്റ്റോറിയിൽ കുറിച്ചത് രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും കൂടുതൽ വിമർശനങ്ങൾക്കും വഴിവെച്ചു. വിവാദങ്ങൾ കടുത്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ പേളിക്കെതിരെ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനും അൺഫോളോ ക്യാമ്പയിനും ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പേളിക്ക് 2 ലക്ഷത്തോളം ഫോളോവേഴ്സിനെയാണ് നഷ്ടമായത്. 7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 മില്യണായി കുറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിന് പുറമെ പേളിയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് പേളി തനിക്കെതിരെ വന്ന ചില സ്റ്റോറികൾ ഡിലീറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു സെലിബ്രിറ്റിക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി തുടരുകയാണ്.